ബീൻസ് തോരൻ്റെ രുചി കൂട്ടാനായിട്ട് ഈ ഒരു ചെറിയ ടിപ്പ് കൂടി ചേർത്ത് നോക്കൂ. ചോറിനൊപ്പം കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കിടിലൻ ബീൻസ് തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് മറക്കല്ലേ. ആദ്യം തന്നെ ബീൻസിൻ്റെ ഇരുവശവുമുള്ള നാരുകൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി തോരനിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. 5 ചുവന്നുള്ളിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. മുളക് നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ബീൻസ് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരാനായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ബീൻസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ബീൻസ് നന്നായിട്ട് കുക്കായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയ ഒരു കിടിലൻ തോരൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതും എന്നാൽ വളരെ രുചികരമായിട്ടുള്ളതുമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.